സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാൻ എഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയം എന്നെയും നാഥ. ഹാർവസ്റ്റ് TV ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി സംഗീതത്തിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലെ അതിഥി പ്രിയപ്പെട്ട സുബിൻ മാത്യു തോമസാണ്. സുബിൻ മാത്യു തോമസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. സുബിൻ, കുറച്ച് നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും. സുബിൻ്റെ വിശേഷങ്ങൾ, സംഗീതത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നു എന്നുള്ള ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം. സുബിൻ ഈ കുവൈറ്റിൻ്റെ പ്രദേശത്തേക്ക് വന്നിട്ട് എത്ര നാളായി? ഞാൻ 12 വർഷമാകുന്നു സാറേ. 12 വർഷമായിട്ട്. അപ്പോൾ ഈ നാട് വിട്ടിട്ട് ആദ്യം കുവൈറ്റിലേക്കാണോ ഒരു പ്രവാസി ജീവിതം, അതോ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ? ഗൾഫ് രാജ്യങ്ങളിൽ ഔട്ട് ഓഫ് ഇന്ത്യ ഞാൻ ഫസ്റ്റ് ടൈമാണ് കുവൈറ്റിലേക്കാണ്. അത് ജോലി തേടിയാണോ വന്നത്? കാരണം പഠിത്തം കഴിഞ്ഞിട്ട് ജോലി തേടി? അതെ, ഞാൻ ജോലിയായിട്ടാണ് വന്നത്. പഠിച്ചതും ചെയ്യുന്ന ജോലിയും സെയിം ആണോ? അതെ, ഞാൻ ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ RN ആയിട്ട് രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഏത് ഹോസ്പിറ്റലാണ് സാർ? ഞാൻ സഭ ഹോസ്പിറ്റൽ, സഭയുടെ സൈക്കാട്രി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. സഭയുടെ സൈക്കാട്രി ഹോസ്പിറ്റലുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ എല്ലാവരെയൊക്കെ ഞങ്ങൾക്ക് പരിചയമാണ്. ഈ മേഖലയിലോട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. അത് പഠിച്ചതും അത് തന്നെയാണ് അല്ലേ? എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചു ആണ്. പിന്നെ മെയിൽസിന് കൂടുതൽ പ്രിഫറൻസ് ഇപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ ടൈമിൽ സൈക്കാട്രിയിലേക്കായിരുന്നു ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സെലക്ട് ചെയ്തത്. കുടുംബം ഇവിടെയുണ്ട്? എൻ്റെ കുടുംബം ഇവിടെയുണ്ട്. വൈഫ്, 2 കുഞ്ഞുങ്ങളുണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്? വൈഫ് IT എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു ഇവിടെ. 2 മക്കൾ. ഏത് കമ്പനിയാണ് വൈഫ് വർക്ക് ചെയ്യുന്നത്? അൽസയറിൽ. അൽസയറിൽ. ശരി. 2 മക്കൾ. എന്തുവരെയായി പ്രായം? എൽഡർ 1 3rd ഗ്രേഡ് പഠിക്കുന്നു, യങ്ങർ 1 ഫസ്റ്റ് ഗ്രേഡ്. മോനും മോളും? 2 പേരും ആൺമക്കളാണ്. 2 ആൺമക്കൾ. അതെ. മൂത്ത മോന് 3rd ഗ്രേഡിലായി. സംഗീതത്തിലുള്ള പുള്ളി വളരെ ഇൻട്രസ്റ്റഡ് ആണ്. അദ്ദേഹം ഇപ്പോൾ കീബോർഡിൻ്റെ ഗ്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചെറിയ പ്രായത്തിൽ. ആരാണ് മ്യൂസിക് ടീച്ചർ? ഷൈൻ സാറാണ്. ഷൈൻ സാറാണ്. അതെ, ഷൈൻ സാറിനൊരു ഹായ്. ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴാണ് ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. ഷൈൻ സാറും ഞങ്ങളുടെ ഒരു നല്ല സുഹൃത്താണ്. കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തെന്ന് പറയുന്നതിൽ എസ്പെഷ്യലി യങ്ങർ കിഡ്സിന് നല്ലൊരു ടീച്ചറാണ്, നല്ല അധ്യാപകനാണ് ഷൈൻ സാർ. പിന്നെ വൈഫ് പാടുമോ? അതോ? വൈഫ് പാട്ട് പാടത്തില്ല, ബാക്കി പിന്നിൽ നിന്ന് ഞങ്ങൾക്ക് 3 പേർക്കുള്ള സപ്പോർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും ഒരു ടാലന്റ് എന്ന് പറയുന്നത്. വൈഫ് ആസ് എ ജഡ്ജ് വളരെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യും. അതാണ് ഞങ്ങൾക്കുള്ള ഒരു ബ്ലെസ്സിങ്. ക്രിയേറ്റീവായിട്ടുള്ള എന്ത് ചെയ്താലും നല്ലതെന്ന് പറയാതെ അല്ലല്ല, കറക്റ്റ് പോയിന്റിൽ അത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു വലിയ ടാലന്റ് ഉണ്ട്. ഓക്കെ, സുബിൻ്റെ സംഗീതത്തിലുള്ള ടാലന്റ് എവിടുന്നാണ്? എൻ്റെ മദറൊക്കെ പാട്ട് പാടുന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ചർച്ച് കൊയറിലൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഞാനും 5th ഗ്രേഡ് പഠിക്കുമ്പോഴേ ചർച്ച് കൊയറിൽ ജോയിൻ ചെയ്തതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ത്രൂ ഔട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതെന്നെ ഇവിടെ വരെ എനിക്കൊരു അത്ഭുതം. ഇതുവരെ ഇത് പങ്കെടുത്ത എല്ലാവരോടും ചോദിക്കുമ്പം അവർ പറയുന്നതിൽ ഏറ്റവും 91% ഈ അമ്മയാണ് ഈ സംഗീതത്തിൽ. അതൊരു വലിയ കാര്യം തന്നെയാണ്. അമ്മയുടെ സംഗീതമാണ് മക്കൾക്ക് കിട്ടുന്നതെന്നൊരു വലിയ, അതാണ് അതിൻ്റെ പിന്നിലുള്ള പിതാവിൻ്റെ വലിയ, അത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. നമ്മളെ ഓരോ പ്രോഗ്രാമിനും കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ കുടുംബമാണ് അല്ലേ? നമുക്ക് ഈ സമയത്ത് സാറ് തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന സമയമായി. ഇത്രയും നേരം നോക്കിയിരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ടാലൻറ്റ് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ചെറിയ സ്റ്റേജ് ഷോ പ്രോഗ്രാംസിലൊക്കെ ഞാൻ ചെറിയ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് നാട്ടിലെ പോലെ അത്ര എൻ്റെ ജോബ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല.
അതുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഞാൻ ചെറിയ രീതി കമ്പോസിങ്ങും അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളൊക്കെ ചെറുതായിട്ട് പാടുക മാത്രമല്ല ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കമ്പോസ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് സോങ് 2011 ഞാൻ കമ്പോസ് ചെയ്തത്. അത് അന്ന് ഈ യൂട്യൂബ് ഒന്നും അത്രയും ഫേമസ് അല്ലാത്ത കാലത്താണെങ്കിൽ പോലും അതിന് നല്ലൊരു റീച്ച് കിട്ടി. പിന്നെ അതിന് ഇപ്പം ചെറിയൊരു പ്രോജക്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് കൊണ്ടാണ് ആദ്യത്തെ പാട്ട് പാടിച്ചത്. അത് ഞാൻ തന്നെ ലിറിക്സും ഞാൻ തന്നെ മ്യൂസിക്കും ചെയ്ത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ സുബിൻ്റെ ഒരു ആദ്യത്തെ പാട്ടിലോട്ടും കിടക്കാം. ഓക്കെ സാറേ, തീർച്ചയായിട്ടും. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഏത് പാട്ടാണ് സാർ സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ എന്നെ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിംഗറാണ് സാംസൺ കോട്ടൂർ. അദ്ദേഹത്തിൻ്റെ വൈഫ് റോണ കോട്ടൂർ. അവരുടെ മ്യൂസിക് ജേർണി എനിക്ക് ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോയി ഒരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുമ്പോൾ നമുക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. ആ ചലഞ്ചസിനെ നമുക്ക് പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ഒത്തിരി രീതിയിൽ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് നല്ലൊരു സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ പ്രയറും അങ്ങനെ ഫെലോഷിപ്പായിട്ടുള്ള ഒരു ചെറിയ മ്യൂസിക് ടീം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കൂടുതൽ സ്പിരിച്വലി നമുക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള സോങ്സ് ആയിരുന്നു ആ സമയത്ത്. സാംസൺ കുട്ടൂറിൻ്റെ സോങ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂത്തിന് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സോങ്സ് ആയിരുന്നു. അപ്പം ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റാഫ യഹോവ എന്നുള്ള സർവശക്തനായ എൻ്റെ ദൈവം എന്നുള്ള ആ സോങ് അല്ലേ. അത് നമ്മളെ ഒരു പക്ഷേ ഈ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുന്ന വലിയൊരു സന്ദേശമാണ് അതല്ലേ. തീർച്ചയായിട്ടും. സർവശക്തൻ അല്ലേ. 91 സങ്കീർത്തനം അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ. അതായത് ഉന്നതന്മാരൊത്തിരിയുണ്ട്, പക്ഷെ അത്യുന്നതൻ ഒരാളേ ഉള്ളൂ. തീർച്ചയായും. ശക്തന്മാരൊത്തിരിയുണ്ട്, പക്ഷേ സർവശക്തൻ എന്ന് പറഞ്ഞ ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവമാണ് എൻ്റെ ദൈവം എന്നാണ് ഒരു വലിയ സാക്ഷ്യം സാംസൺ കോട്ടൂർ സാറിൻ്റെ ഒരു പാട്ടിലൂടെ ഒരുപക്ഷെ സുബിൻ ഈ പ്രേക്ഷകരോട് പറയുന്നത് സർവശക്തനാണ് എൻ്റെ ദൈവം. എന്നാൽ പിന്നെ ധൈര്യം നമുക്ക് ആ പാട്ടിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾക്ക് തിരിച്ചു വരാം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമയൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമയൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമയൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമയൊന്നുമില്ല. യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മ യഹോവ എങ്ങും അവനുണ്ട്. റാഫ യഹോവ എന്നെ സൗഖ്യമാക്കും. ശമ്മ യഹോവ എങ്ങും അവനുണ്ട്. എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമയൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമയൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം.
അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. ശാലോം യഹോവ എൻ്റെ സമാധാനം, നിസ്സി യഹോവ എൻ്റെ ജയക്കൊടിയ. ശാലോം യഹോവ എൻ്റെ സമാധാനം, നിസ്സി യഹോവ എൻ്റെ ജയക്കൊടിയ. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സുബിനെ ശരിക്കും പറഞ്ഞാൽ മുമ്പേ പറഞ്ഞില്ലേ, ഒരു യൂത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വൈബ്രൻ്റ് കണ്ടൻറ് ഈ പാട്ടിനകത്തുണ്ട് അല്ലേ? അത് തന്നെയല്ല, സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ള ആ മെസ്സേജ് അല്ലേ ശരിക്കും പറഞ്ഞാൽ യൂത്തിന് ഒരു പവർഫുൾ ശരിക്കും സത്യമാണ് അല്ലേ? അവർ യൂത്തിനെ സംബന്ധിച്ച് അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പവർഫുൾ സംഗതി. അപ്പോൾ ആ ഒരു ടെമ്പോ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. ആ ഒരു എനർജി ഇപ്പോൾ ഈ പാടിയതിനകത്തും കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംസം കോട്ടനെ പോലുള്ള നല്ല പാട്ടുകാർക്കും നമ്മുടെ RSTVയുടെ എല്ലാ നന്മകളും നേരുന്നു. ഏത് സഭയാണ് അല്ലെങ്കിൽ ഏത് പള്ളിയിലാണ് ഇവിടെ പോകുന്നത്? ഞാനിവിടെ സാൽമിയ സെൻറ് തോമസ് ചർച്ചിലാണ്. സാൽമിയ സെൻറ് തോമസ് മാർത്തോമാ ചർച്ച്. ശരി. നാട്ടിൽ ഏത് പള്ളിയാണ്? നാട്ടിൽ ഞാൻ ചെങ്ങന്നൂർ വെൺമണി പുന്തല മാർത്തോമാ ചർച്ച്. പുന്തല മാർത്തോമാ ചർച്ചാണ്. ഓക്കെ. ഇവിടെ ഈ സംഗീതത്തിലെ ഞങ്ങൾ ചോദിച്ച പോലെ സംഗീതത്തിൽ സാറിൻ്റെ ഒരു അച്ചീവ്മെൻറ്റുകൾ എന്താണ്? ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ പള്ളിയുടെ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾക്കൊക്കെ പാടാറുണ്ടോ? വേറെ അങ്ങനെ എനിക്ക് ചാൻസസ് കിട്ടുമ്പം കണക്ട് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ത്രൂ ഞാൻ പറ്റുന്ന പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ നാട്ടിലുണ്ടായിരുന്ന അത്രയും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു നമ്മുടെ ജോലിയുടെ സാഹചര്യം കൊണ്ട് നമ്മുടെ ഡ്യൂട്ടി അവേഴ്സൊക്കെ വരുമ്പോൾ നമുക്കതുകൊണ്ട് പലപ്പോഴും പറ്റാതെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ആത്മീയ ജീവിതവും ഈ സംഗീതവും അല്ലേ, ഈ സംഗീതത്തിലൂടെയാണ് എനിക്ക് തോന്നുന്നു സാർ ഈ സുവിശേഷം മറ്റുള്ളവരെ തീർച്ചയായിട്ടും അറിയാൻ ഒരു പ്രസംഗത്തിലൂടെ അല്ലാതെ സംഗീതത്തിന് വലിയൊരു മാസ്മരിക ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും അല്ലേ, ഒരാളോട് സുവിശേഷം പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംഗീതത്തിലൂടെ ആവാം. തീർച്ചയായിട്ടും അങ്ങനെയാണോ സാറിൻ്റെ ഒരു സുവിശേഷ പ്രവർത്തനം? എനിക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ 2011 ഒരു സർജറിയുടെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോഴാണ്
ഞാൻ മെൻ്റലി എനിക്ക് ഇച്ചിരി ടെൻസ്ഡായ സിറ്റുവേഷൻസ് അല്ല അതുപോലെ എന്തോ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അല്ല അത് അതിനോട് റിലേറ്റ് ചെയ്ത് എനിക്ക് 1-2 ഫാമിലി റിലേറ്റഡ് പ്രോബ്ലംസ് വന്നപ്പം ഞാൻ സ്റ്റക്ക് ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് പെണ്ണെടുത്ത് എഴുതുന്നത്. അത് എൻ്റെ മൈൻഡിൽ വന്നതാണ്, ഞാൻ എഴുതിയതും. സുബിൻ എഴുതിയ ആ പാട്ടിൻ്റെ വരികൾ നമ്മൾ എഴുതിയെന്നല്ല പറയണ്ടേ, ശരിക്കും ദൈവം തന്ന ആ വരികൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ കോറസാണ് എനിക്കല്ലാതെ കൂടുതൽ ആൾക്കാരിൽ ഇത് ചെയ്തത്. അങ്ങേ ഉള്ളേ തന്നേ ഉള്ളേ എന്നുള്ള 2 വേർഡ്സ് ആയിരുന്നു അതിനകത്തിൽ ഏറ്റവും കൂടുതൽ. എനിക്ക് അങ്ങേ ഉള്ളൂ തന്നേ ഉള്ളൂ എന്ന് അതായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ നിന്ന് വന്ന വേർഡ്സും അതായിരുന്നു. അത് തുടങ്ങുന്നത് കാരുണ്യവാനാവും എൻ്റെ ദൈവം, കരുണയോട് എന്നെ കാക്കുന്നവൻ എന്നുള്ളതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ്. അത് സുബിൻ തന്നെ വരികൾ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്തു. പിന്നെ സുബിൻ തന്നെ അതിനെ പാടി വേറൊരാളൂടെ ഓക്കെ. അത് ഞാൻ വേറൊരാൾ പ്രോഗ്രാം ചെയ്തത്. ആ സമയത്ത് അത് വളരെ നല്ല, നാട്ടിലൊക്കെ പല ഷോസിലും അത് പാടുന്ന രീതിയിലേക്ക്. ഇത്രയും ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള മീഡിയാസ്, സോഷ്യൽ മീഡിയ ഇല്ല. 2011 എന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സായി. അതെ അതെ. അപ്പോൾ അന്ന് സോഷ്യൽ മീഡിയ ഇതുപോലെ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ ലെവലിലേക്ക് അല്ല ഇനി നമുക്ക് കൊണ്ടുവരാം അങ്ങനെ. അത് തീർച്ചയായിട്ടും ഇനി മീഡിയ വളർന്നപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന കഴിവുകളും വെളിയിൽ അത്ര പ്രശസ്തി നേടാത്ത, നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാത്തതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കൊണ്ടുവരാം. തീർച്ചയായിട്ടും അടുത്ത പ്ലാനാണ്. അതെ 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 അതെ. അപ്പോൾ പിന്നെ സുബിനെ, നമുക്ക് വീണ്ടും അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ സാർ. ആദ്യത്തെ പാട്ട് കഴിഞ്ഞു. പ്രേക്ഷകർക്കൊക്കെ ഈ നമ്മുടെ വിശേഷങ്ങൾ അറിയുന്നതിനൊപ്പം തന്നെ അവർ നമ്മുടെ പാട്ട് കേൾക്കാനും കൂടെയാണ് അവരാഗ്രഹിക്കുന്നത്. സുബിനെ, അപ്പോൾ പിന്നെ അടുത്ത പാട്ട് ഏതാണ്? അങ്ങേപ്പോലൻ ദൈവമേ എന്നുള്ള ഒരു സോങ്ങാണ്. ഇപ്പം അങ്ങേപ്പോലൻ ദൈവം മറ്റാരുമില്ല അല്ലല്ലേ? അതെ. അത് ശരിക്കും നമ്മുടെ ഒരു വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുക. അതെ അതെ. അതായത് ഇത്രയും ഈ ആർഎസ് ടി വിയുടെ ഇത്രയും പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന ഒരു വലിയ സാക്ഷ്യമാണ്. എൻ്റെ മനസ്സിലല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നെപ്പോലെ ഒരു ദൈവം വേറെ ഇല്ല. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും സുബിൻ്റെ ഈ പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സർവസ്വം. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന.
വചനത്താ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താ എന്നെ കഴുകേണമേ, നിന്റെ ഹിതം പോലെന്നെ നടത്തണമേ, ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. വഴികളിൽ ഞാൻ നടക്കുവാനാ, വഴി കാട്ടിയ എന്നെ നയിക്കണമേ, വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. നിൻ വഴികളിൽ നടക്കുവാനായി വഴി കാട്ടിയ എന്നെ നയിക്കണമേ, വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറയിൽ നിർത്തിയിടണമേ. ആരാധന അങ്ങേക്കാരാധന, യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമേ ആരുള്ളീ ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്ന് എൻ്റെ സർവസ്വം. ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന, എൻ യേശുവേ അങ്ങേക്കാരാധന. വളരെ നന്നായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ പാട്ടിൻ്റെ സെയിം ഒരു ഇത് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനർജി കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പാട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം? എൻ്റെ എൽഡർ മോനെ മൂത്ത ആളിന് ഇത് വളരെ ഇഷ്ടമായിരുന്നു. ഞാനൊരു വട്ടം അത് പാടുന്ന കേട്ടപ്പം അത് സ്റ്റേജിൽ പാടണമെന്ന് പറഞ്ഞ് ഞാൻ ആക്ച്വലി മോനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ പാട്ട് പഠിച്ചത്. പക്ഷെ പിന്നെ അത് ഞാൻ ഒരു വട്ടം ഇതിപ്പോൾ പാടിയപ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കത് ഒത്തിരി അതിൻ്റെ വേർഡ്സൊക്കെ എനിക്ക് ഒത്തിരി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ആ ഒരു
കാരണം കൊണ്ട് ഞാൻ അതിൻ്റെ കൂടുതലല്ലാത്ത ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോയില്ല. ബട്ട് എന്നിലത് ഒത്തിരി എനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്നെ ഒത്തിരി അറ്റാച്ച് ചെയ്തു പല സാഹചര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള പാട്ടുകളെ ജനത്തിന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തെയാണ് മറ്റൊരാൾക്ക് പറഞ്ഞു അല്ലേ. നമ്മൾ യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്നൊരു പാട്ടുണ്ട് അല്ലേ. ആ ഒരു നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ പിന്നെ അത് മറ്റുള്ളവരോട് പറഞ്ഞു കേൾപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അതിനുള്ള അവകാശവും നമുക്കില്ല. അത് ആദ്യം നമ്മുടെ സ്വന്തമാണ് തമ്പുരാൻ, എന്നിട്ട് അത് പാടുമ്പോഴാണ് ഒരു പ്രേക്ഷകന് അത് മനസ്സിൽ വിളിച്ച്. ഈ സംഗീത രംഗത്ത് ഉള്ള ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെട്ട ഈ ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? ഒരു പക്ഷേ ചിലപ്പം സംഗീതം രചന നിർവഹിക്കുന്നവരെയാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആരാണ് മനസ്സിൽ ആദ്യം ഓടിയത്? പഴയ ആൾക്കാർക്കൊക്കെ ഈ സാധു കൊച്ചുഞ്ഞുപദേശി എന്ന് പറയുമ്പോഴും എൻ്റെ പഴയ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട് വരുന്നത് ടോമിൻ തച്ചങ്കരിയുടെ പാട്ടുകളാണ്. അതൊരു നല്ല വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അത്രയും ഒരു കളക്റ്റീവായിട്ടുള്ള സോങ്സ് പിന്നെ വന്നിട്ടില്ല. വളരെ സെലക്റ്റീവായിട്ടുള്ള സോങ്സേ വന്നിട്ടുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ഒരു വലിയ തച്ചങ്കരി സാറ് ചെയ്ത പാട്ടുകളെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അത് എത്ര വോളിയം ഇറങ്ങിയോ അതെല്ലാം രക്ഷക തൊട്ട് ഇങ്ങോട്ട് എല്ലാം നമ്മുടെ മനസ്സിൽ. അത് നന്നായിരിക്കട്ടെ. തച്ചങ്കരി സാറിനും ഞങ്ങളിപ്പോൾ പറയുന്ന പോലെ എല്ലാവർക്കും ഓരോ ഹായ്. കാരണം ഒരാളുടെ മനസ്സിൽ ഒരാൾ നിൽക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം അല്ലേ. ഇപ്പം സുബിൻ്റെ മനസ്സിൽ തച്ചങ്കരി സാറ് മനസ്സിലുണ്ടെന്ന് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു പക്ഷേ നമുക്കും വലിയൊരു സന്തോഷം. ഇനി എന്താണ് ഒരു പ്രോജക്റ്റ് മനസ്സിലുള്ളത്? ആക്ച്വലി ഈ സംഗീത രംഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഡ്രീമാണ് എൻ്റെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ഹൗസ്. അത് നമ്മുടെ ക്രിസ്ത്യൻ മ്യൂസിക് ലെവലിലെ റെക്സ് ബാൻഡ് പോലൊക്കെ ഒരു ബാൻഡ് ഫോമിൽ അത് ചെയ്യണം എന്നുള്ള ഒരു ഡ്രീം എനിക്കുണ്ട്. അത് എനിക്ക് ദൈവം ഫുൾഫിൽ ചെയ്ത് തരും. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അല്ലേ നമ്മുടെ ഗുരുക്കന്മാർ. അത് നന്നായി വരുമ്പോൾ ഞാൻ കൂടെ തീർച്ചയായിട്ടും സുബിനെ ഈ കുറച്ച് സമയം നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു. എനിക്ക് തോന്നി ഒത്തിരിയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നല്ല അനുഭവങ്ങളുള്ള നല്ല ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ സംഗീതം കൂടെ കൊണ്ട് നടക്കുന്നു. മനസ്സിലൊരു വലിയ പ്രൊജക്റ്റ്, നല്ല പാട്ട് എഴുതാൻ ദൈവം വരം തന്നിട്ടുണ്ട്. അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. അതിന് ഹാർവസ്റ്റ് ടിവിയുടെ എല്ലാ നന്മകളും ഞങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിന് അല്പനേരം ഞങ്ങളോടുകൂടി പങ്കെടുത്തതിൽ ഹാർവസ്റ്റ് ടിവിയുടെ പേരിലുള്ള എല്ലാ നന്മകളും ഞങ്ങൾ നേരുന്നു. ഹാർവസ്റ്റ് ടി വി ഒരുക്കിയ ഈ സംഗീത പ്രോഗ്രാമിലേക്ക് എനിക്കും ഒരവസരം ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ നിന്ന് ലഭിച്ചതിന് ഞാൻ ആദ്യമേ ദൈവത്തോട് നന്ദി പറയുന്നു. അനേകം കലാകാരന്മാരുള്ള ഈ ദേശത്ത് എന്നെയും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് അവസരം തന്ന ഹാർവസ്റ്റ് ടി വിയോടും ഈ പ്രോഗ്രാമിന് മുന്നിൽ പ്രവർത്തിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അവരോടൊപ്പം ഈ ധന്യ നിമിഷം എനിക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ ഇടയാക്കിയതിന് ഞാൻ എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഓരോ കലാകാരന്മാരെ കുവൈറ്റിൽ നിന്നും പരിചയപ്പെടുത്തുവാൻ ഈ പ്രോഗ്രാമിന് കഴിയുന്നു എന്നറിയുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. പ്രിയപ്പെട്ട സുബിൻ്റെ വിശേഷങ്ങളോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും ഒരു കലാകാരൻ്റെയോ കലാകാരിയുടെയോ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം. ഒപ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.